Hello friends, welcome back to my YouTube channel Between Rowdies and Rasikas, Rethinking Fan Activity in Indian Film Culture by aswin punathambekar. First of all, we have to discuss the author aswin punathambekar. He is an associate professor in the Department of Communication Studies at the University of Michigan, Ann Arbor, USA. He is the author of From Bombay to Bollywood and co-editor of Global Bollywood and Television at Large in South Asia. He studies media and cultural change in post-colonial and diasporic context with a focus on media industries and institutions, formations of audience and publics, and cultural identity and politics. He takes cultural and historical approach to studying global media and communication with a particular focus on South Asia and South Asian diaspora in US and UK. He is currently finishing a co-authorized book, A Fragile Popular Media, Entertainment and Cultural Politics in Digital India. So, moving to the essay, Between Rowdies and Rasikas, Rethinking Fan Activity in Indian Film Culture. It's actually taken in the book Fandom, Identities and Communities in a Mediated World. It is edited by Jonathan Gray, Colonel Salvo, and C. Lee Harnott. Okay, the book Fandom, Identities and Communities in Mediated World എന്ന ബുക്കിൻ്റെ ചാപ്റ്റർ 17 എടുത്തതാണ് ബിറ്റ്വീൻ റൗഡീസ് ആൻഡ് റസിക്കാസ് റീതിങ്കിങ് ഫാൻ ആക്ടിവിറ്റി ഇൻ ഫിലിം കൾച്ചർ. സോ ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫാൻ ആക്ടിവിറ്റീസിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഫാൻസ്. എന്താണ് ഫാൻസ്? എ ഫാൻ ഓർ ഫാൻഡാറ്റിക്, ദാറ്റ് ഈസ് a person who exhibits a strong interest or admiration for something or somebody. That is, they are great interested in something or somebody, such as a celebrity, a sport team, a genre, a politician, a book, a movie, a video game, or an entertainer. It is a greatly admire ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ. That is fans. We are also fans of somebody or something. Then ഫാൻസിനെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫാൻ സ്റ്റഡീസിനെ പറ്റി കുറച്ച് അറിയണം. ഫാൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഫസ്റ്റ് ടൈമൊക്കെ ഈ ഫാൻ സ്റ്റഡി ഇപ്പം ഓരോ കാര്യങ്ങളെ പറ്റിയും നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? റിസർച്ചേഴ്സ് വഴിയാണ്. റിസർച്ചേഴ്സിൻ്റെ പ്രോപ്പർ റിസർച്ചിലൂടെയും നല്ല കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയിലൂടെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത്. ഇവിടെ ഫാൻ സ്റ്റഡീസിന് ഫസ്റ്റ് ടൈമിൽ ഏർലി സ്റ്റേജസിലൊക്കെ റിസർച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഓരോന്ന് വ്യൂ ചെയ്തു. ഫാൻസ് എങ്ങനെയായിരുന്നു ഫാൻസിനെ. പക്ഷേ അവർ ഫാൻസിനെ സ്റ്റഡി ചെയ്തതിലൂടെ അവർ മനസ്സിലാക്കിയ കാര്യം ഏർലി സ്റ്റേജസ് ഓഫ് ഫാൻ സ്റ്റഡീസ് എന്ന് പറയുമ്പം ദേ ആർ വ്യൂഡ് ആസ് ഫാൻസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ദാറ്റ് ഈസ് ഇപ്പോൾ തന്നെ ഇപ്പം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാറ്റി നിർത്തുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എന്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, സാധാരണ ആൾക്കാരെ പോലെ അല്ല. അവർ ഡിഫറെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു ഫസ്റ്റ് ടൈം ഏർലി സ്റ്റേജസ് ഓഫ് ഫാൻ സ്റ്റഡീസിൽ. അങ്ങനെയായിരുന്നു അവർ കണ്ടിരുന്നത്. they study but they don't understand them completely. അവർക്ക് ഫാൻസിനെ പറ്റി അതിനൊരു വലിയൊരു കംപ്ലീറ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ലായിരുന്നു. ദെൻ ഫസ്റ്റ് വേവ് വന്നു, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, അങ്ങനെ ഓരോ പല വേവ്സാണ് ലേറ്റർ പീരീഡ്സിൽ വന്നത്. അതിലൊക്കെ വന്നത് അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോഴേക്കും ലേറ്റർ സ്റ്റേജൊക്കെ ആയപ്പോഴേക്കും ഫാൻസിനെ കുറച്ചുകൂടെ ദേ അലോ ഫാൻസ് ടു സ്പീക്ക് ദംസെൽസ്. ദർ ഇസ് എ ലോഡ് ഓഫ് ചേഞ്ച്. പണ്ടത്തെ ടൈം അല്ലല്ലോ, ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നല്ലോ. മോഡേൺ ടൈം ആയപ്പോഴേക്കും ഓൾഡ് ജനറേഷനിൽ ഒരുപാട് യങ് ആയപ്പോൾ കുറച്ചുകൂടെ ടൈംസ് എപ്പോഴും അനിവാര്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ ഫാനിൻ്റെ കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫാൻസിനെ നമ്മൾ പ്രൊമോഷൻ വരെ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഫാൻ ക്ലബ്സും അവരൊക്കെ ഓർഗൻ ഡൊണേറ്റ് വരെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്നാലും ഫാൻസിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ഉണ്ട്. പിന്നെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. ബേക്കൺ, സ്മിത്ത് പോലെയുള്ള റൈറ്റേഴ്സൊക്കെ അവരൊക്കെ ഫസ്റ്റ് ഒരു ലേറ്റർ സ്റ്റേജിൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ഫാൻസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് റൈറ്റിങ്സ് ഒക്കെ എഴുതി. പിന്നെ ഫാൻസ് ബിക്കം സെൻട്രൽ ഇൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലൊക്കെ വളരെ സെൻട്രൽ പോയിന്റിലേക്ക് ഫാൻസ് വന്നു. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അവർക്ക് കുറേ പരിഗണന കിട്ടാൻ തുടങ്ങി. ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഫാൻസിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടാണ്. ഒരു ഒക്ടോബർ 8 ഒക്ടോബർ 2005 ഒരു എ ആർ റഹ്മാൻ വി നോ ഇസ് എ റൗണ്ട് ഓഫ് ഫിലിം മ്യൂസിക് ഡയറക്ടർ. ഹി പെർഫോംഡ് ബാംഗ്ലൂർ ആസ് എ പാർട്ട് ഓഫ് വേൾഡ് വൈഡ് ടൂർ.
The entire concert was managed by the fans. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ബാംഗ്ലൂരിൽ വലിയൊരു പ്രോഗ്രാമായിരുന്നു. സോ വി നോ, നമുക്ക് ഗസ് ചെയ്യാം, ഒരുപാട് ഹ്യൂജ് ഓഡിയൻസ് കാണും. പ്രത്യേകിച്ച് എ ആർ റഹ്മാൻ സാറിനെ പോലെ ഒരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഷോ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോയിൽ ഒരുപാട് ഫാൻസ്. അപ്പം അതിൻ്റെ ക്രൗഡിനെ മാനേജ് ചെയ്തതും എല്ലാം ഈ ഫാൻസ് തന്നെയായിരുന്നു ചെയ്തത്. ഫാൻസ് ആയിരുന്നു അവരുടെ സർവീസ് എല്ലാം വോളണ്ടിയർ ചെയ്തു. ഫോർ എവറിത്തിങ് ഫ്രം ടിക്കറ്റ് സെയിൽ ടു സ്റ്റേജ് കൺസ്ട്രക്ഷൻ, ക്രൗഡ് മാനേജ്മെൻറ്റ് എല്ലാം ചെയ്തത് ഫാൻസ് തന്നെയായിരുന്നു. അതുപോലെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്ത ഗിഫ്റ്റായിരുന്നു. ഒരു മൊണ്ടാഷ് ആയിരുന്നു ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നത്. കമ്പോസ്ഡ് വിത്ത് തംബ്നെയിൽ images of all his album covers, which formed the counters of his face. The face with the prospect of buying expensive software. These fans who run a design company called 3xs.com. ദാറ്റ് ഈസ് ഒരു തംബ്നെയിൽ വെച്ച് ഓരോ തംബ്നെയിൽ പോലെ ഓരോ ഫോട്ടോസും എ ആർ റഹ്മാൻ്റെ ലോഡ് ഓഫ് ഫോട്ടോസ് അവർ വലിയൊരു ഫ്ലാഷ് കാർഡ് പോലെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അത് കൊടുത്തു. പക്ഷേ അതിന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം അതിൽ ചെയ്തിട്ടില്ല. വളരെ ഒരുപാട് ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഉള്ള ഒരു ഗിഫ്റ്റായിരുന്നു അതെങ്കിൽ അവരുടെ ഫാൻ കമ്മ്യൂണിറ്റിയിലെ തന്നെ ഒരു 3x.com എന്ന ഒരു ഡിസൈനിങ് കമ്പനി ആയിരുന്നു അതെല്ലാം ഫുൾ റെഡിയാക്കിയത്. കംപ്ലീറ്റ് ഡെഡിക്കേഷൻ എല്ലാം, ആ ഡെഡിക്കേഷൻ എല്ലാം ഡെഡിക്കേഷൻ ഇസ് പെയ്ഡ് ഓഫ് എന്ന് പറയുന്നത് പോലെ അവരുടെ ആ ഡെഡിക്കേഷൻ എല്ലാം അത്രയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ എ ആർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ തന്നെ ഒരു ഡിസ്പ്ലേ ആക്കി വെച്ചത് അവർ ചെയ്തു കൊടുത്ത ഈ തംബ്നെയിലായിരുന്നു. എന്നാലും എടുത്തു പറയേണ്ട മേജർ ഫാക്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ മുന്നോട്ട് നിൽക്കുന്ന യാതൊരു മീഡിയാസും ഇവരുടെ ഫാൻ ആക്ടിവിറ്റി, ഇവരുടെ ആ ഒരു സെലിബ്രിറ്റിയോടുള്ളൊരു സ്നേഹമൊന്നും പുറത്ത് പറഞ്ഞില്ല. അത് പുറത്ത് വിടാതെ അങ്ങനെ വെച്ചു എന്നുള്ളതാണ്. കാരണം അത് അത്ര പോപ്പുലറായില്ല. ഇത്രയും വലിയ കാര്യമായിട്ട് അത് അത്ര പോപ്പുലർ ആക്കിയില്ല. ഫാൻസിനോടുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഇവിടെ പറയുന്നത്. പിന്നെ സെക്കൻഡായിട്ട് പറയുന്നത് അമിതാഭ് ബച്ചൻ ഹി നീഡ് എ സർജറി he was hospitalized. That time ഒരുപാട് ക്രൗഡ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലായാലും, ദാറ്റ് ഈസ് ഈ ഹിന്ദി സിനിമ ലിറ്റിൽ മോർ മന്ത്സ് ലേറ്റർ അമിതാഭ് ബച്ചൻ ഈസ് എൻറ്ററിങ് എ superstar in Hindi cinema. We all know Amitabh Bachchan was hospitalized and undergo a surgery. Not only did a media outlet and cover every detail of Bachchan's hospital and subsequent recovery, that is ബച്ചൻ്റെ ഹോസ്പിറ്റലും എല്ലാ റിക്കവറിക്ക് വേണ്ടി പിന്നെ അവർ ഫുൾ ഫാൻ ഡിവോഷൻ ആയിരുന്നു. ഇത് ഓൾസോ റെക്കോർഡഡ്. അപ്പോൾ ഓരോ ടൈം റെക്കോർഡ് ചെയ്തപ്പം ഹോസ്പിറ്റലിൻ്റെ വെളിയിലായാലും മുറ്റത്തും എല്ലാം ഫുൾ കംപ്ലീറ്റ് ക്രൗഡായിരുന്നു. സൈറ്റിംഗ് സെവറൽ എക്സാമ്പിൾ ഓഫ് ഫാൻ ഓർഗനൈസിങ് പ്രെയർ സെഷൻ. ഫാൻസ് തന്നെ ഓർഗനൈസ് ചെയ്ത ഒരുപാട് പ്രെയർ സെഷൻസ് ഉണ്ടായിരുന്നു. ഫാമിലി ഒരു മെമ്പറിനെ പോലെ അവർ കൺസിഡർ ചെയ്തിരുന്നു അദ്ദേഹത്തെ. സോ ചോപ്ര റൈറ്റേഴ്സ് പറഞ്ഞത് ഫാൻ റുട്ടീൻലി gather outside Mr. Bachchan's home in suburban Mumbai for a darshan or sighting, but that's least of it. Some have sent him paintings on him and done in blood, presumably her own. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഫീലാവും. കാരണം അവരുടെ ഓൺ ബ്ലഡ് വെച്ച് തന്നെ അവർ അമിതാഭ് ബച്ചൻ എത്രയും പെട്ടെന്ന് റിക്കവറായി വരാൻ വേണ്ടി ചെയ്തു കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. It is perhaps not surprising that mainstream media coverage of Bollywood ignores the fan activity. That is other thing. The mainstream media is not, they just ignore or avoid this fan activity and obsessive pathological paintings in blood, and certainly makes more sensational copy when compared with a group of highly educated, technically skilled fans who discuss Rahman's music on internet news group. ഓൾസോ തമിഴ് ആൻഡ് തെലുഗു ഫിലിം കൾച്ചറിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ലൈക്ക് M.G. രാമചന്ദ്രൻ, T.N. രാമറാവു played a pivotal role in these stars and political career. As an editor of Filmfare explained, you will find the crowd outside Bachchan's or Shah Rukh Khan's house, but never that level of passion you would find in South. ദാറ്റ് ഈസ് സൗത്തിൽ അത്രയും വലിയൊരു പാഷൻ നമുക്ക് കാണുന്നില്ല എന്നാണ് പറയുന്നത്. ദർ ഇസ് നോ ഓർഗനൈസ്ഡ് ഫാൻ ആക്ടിവിറ്റി അറൗണ്ട് ബോളിവുഡ്. നോ വൺ ആസ്ക് ഷാരൂഖ് ടു ഫ്ലോട്ട് ഓർ ടു എ പൊളിറ്റിക്കൽ പാർട്ടി or threatens to commit suicide or just because of his film flops. കാരണം no one asked Shahrukh to float the political party or threaten to commit suicide just because his film flops. This chapter 1 argues against the framing fan activity in Indian film culture in terms of devotional excess of the relation of political mobilization in South India.
Developing fan activities surrounding film music as an entry point entails rethinking of history of cinema's publication as a history of cinema's intersection with the various new media, and thereby adds a mapping of different cinematic spaces and that project the publics and practices of history and present. Then ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? മീഡിയ ബൈസ് സെൻസേഷൻ. ദാറ്റ് ഈസ് ഇത്രയും കാര്യങ്ങൾ ഫാൻസ് അവർ ചെയ്തിട്ടും മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം അവർ ആ ഫാൻ ആക്ടിവിറ്റി തന്നെ ഇഗ്നോർ ചെയ്യുകയാണ്. റീജിയണൽ ഡിഫറൻസസും പിന്നെ റീജിയണൽ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു എന്താണ്, സൗത്ത് ഇന്ത്യൻസ് ഫിലിം ആക്ടേഴ്സ് ഡിവോട്ടഡ് ടു രാം റാവു അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നീഡ് ടു ബി ഷിഫ്റ്റ് ഇൻ ദർ ആക്ഷൻ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് ഫാൻ ഐഡൻറ്റിഫിക്കേഷൻ. എസ്സേയിൽ തന്നെ നെക്സ്റ്റ് ഹെഡിങ് സബ് ഹെഡിങ് ആണ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് ഫാൻ ഐഡൻറ്റിഫിക്കേഷൻ, ദ കേസ് ഓഫ് എ ആർ റഹ്മാൻ. അപ്പോൾ റോൾ ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ ആണ് പിന്നെ പറയുന്നത്. റോൾ ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പം നമ്മൾ ഏത് ബോളിവുഡ് മൂവി എടുത്താലും അങ്ങനെ കാര്യമായിട്ട് വലിയ തോതിൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഇല്ല. ബട്ട് ഇന്ത്യയുടെ കേസ് അങ്ങനെയല്ല. അപ്പോൾ നമുക്കൊരു മൂവി എടുത്താൽ തന്നെ ഒരു 6 to 7 മ്യൂസിക്കൊക്കെ മിക്കവാറും മൂവീസിൽ കാണും. മൂവി പോപ്പുലർ ആവാൻ വേണ്ട ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ഇവിടെ മ്യൂസിക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഒംനിപ്രസൻറ്റ് ഓഫ് ദ സോങ്സ് ഇൻ ഇന്ത്യൻ ഫിലിം, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സോങ്സ് ഇൻ ഇന്ത്യൻ ഫിലിം ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ റോൾ ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സ്. അതാണ് ഈ എ ആർ റഹ്മാൻ്റെ ഫാൻ ആക്ടിവിറ്റി തന്നെ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും. എ ആർ റഹ്മാൻ്റെ ഫിലിം അല്ല എ ആർ റഹ്മാൻ ഹി റൈസ് ഇൻ ടു ഫിലിം സിഗ്നിഫിക്കൻറ്റ് പ്രോജക്റ്റ്, അദ്ദേഹത്തിൻ്റെ യുണീക്ക് വിഷ്വൽ പ്രസൻറ്റേഷനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഡൈവേഴ്സ് ഗ്ലോബൽ ഫാൻ ആക്ടിവിറ്റി, ഫാൻ കമ്മ്യൂണിറ്റി ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ട് എ ആർ റഹ്മാൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മ്യൂസിക്കിൻ്റെ പ്രൊമോഷനും എല്ലാത്തിനും ഒരുപാട് കൂടുതലും മേജർ പാർട്ട് വഹിച്ചിരുന്നത് ഫാൻസ് തന്നെയായിരുന്നു. എല്ലായിടത്തും ഇപ്പം ഏത് സ്ഥലത്തായാലും എ ആർ റഹ്മാൻ്റെ ഒരു ഫാൻ ഉണ്ടാകും. ഇപ്പോൾ എ ആർ റഹ്മാൻ ഹി സ്റ്റാർട്ടഡ് ഹിസ് മ്യൂസിക്കൽ കരിയർ and emerged as a music director in 1990s, first Tamil cinema in post 1995 Bombay, and that is Hindi film industry. The translation of his work for Tamil language films such as Roja and Bombay, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ് അതിൽ. പിന്നെ രംഗീല ആൻഡ് നമുക്കറിയാം വളരെ വർഷം മുമ്പ് ഒരു യോധ എന്ന മൂവിയിലാണ് മലയാളത്തിൽ എ ആർ റഹ്മാൻ്റെ പാട്ടുകൾ റിലീസായത്. പിന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആടുജീവിതത്തിൽ എ ആർ റഹ്മാൻ്റെ ഒരു മ്യൂസിക് വന്നത്. ദാറ്റ് ഈസ് എ ആർ റഹ്മാൻ്റെ ഈ ഫാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ, ഫാൻ കമ്മ്യൂണിറ്റി തന്നെ ഒരു 8500 മെമ്പേഴ്സ് ഉണ്ട്. അത് 26 കൺട്രീസിൽ നിന്നാണ് ഇത്രയും മെമ്പേഴ്സ് എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ എവിടെ ചെന്നാലും ഒരു ഫാനിനെ കാണാം. It is an example of how fans interact. It is a powerful example of how fans interact and broader change in technology, economy and politics. Actually, it is act as a zone of engagement and India, Malaysia, Tamil, ഇന്ത്യയിലും മലേഷ്യയിലും എവിടെയായാലും ഇപ്പോൾ ഒരു ഫാൻ ഉണ്ടെന്നാണ് പറയുന്നത് എ ആർ റഹ്മാൻ്റെ. അതുപോലെ തന്നെ help and shape the negotiate Indian cinema's place, and fans are also help to shape the Indian cinema, how Indian cinema take place, and transnatured culture. Then also says about rowdies and rasikas. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ തന്നെ ബിറ്റ്വീൻ റൗഡീസ് ആൻഡ് റസികാസ്. അപ്പോൾ ആരാണ് റൗഡി, ആരാണ് രസിക എന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റൗഡി എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഫയൽസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിലിം അല്ലെങ്കിൽ മ്യൂസിക്കൽ ഫയൽസ് എന്തെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലീഗലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ, they are called as rowdies. Musical files or try to collect this illegal sharing of film or musical file, അവരെയാണ് റൗഡീസ് എന്ന് പറയുന്നത്. എന്നാൽ ലീഗലി ഷെയർ ചെയ്യുന്ന ആൾക്കാർ മ്യൂസിക്കൽ വളരെ ഫൺ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതാണ് രസികാസ്. ദാറ്റ് ഈസ് ദേ ആർ കോൾഡ് as rasikas. These are rowdies and rasikas. That is beyond the cinema hall. That is counseling the publicness of fan and fan communities in Indian cinema എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഹൗ ദേ ഇൻട്രാക്ട് വിത്ത് മീഡിയ ആൻഡ് ഷേപ്പ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. എങ്ങനെയാണ് ഫാൻസ് തന്നെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി തന്നെ ഷേപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫാൻ ആക്ടിവിറ്റീസ് ഫാൻസ് അപ്പം ദേ പ്ലേ എ ലോഡ് ഓഫ് മോർ ഇമ്പോർട്ടൻസ്. ഒരു തമിഴ് സ്കോളറിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എ ആർ റഹ്മാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേജ് വർക്ക്സ് പറയുന്നുണ്ട് വേൾഡ് മ്യൂസിക് സർക്കിളിൽ തന്നെ. പിന്നെ ബോംബെ ഡ്രീംസ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, പിന്നെ സ്റ്റേജ് വേർഷൻ ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ സ്റ്റേജ് വേർഷൻ, റിട്ടേൺ ഓഫ് ദ കിങ്,
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാൻ കമ്മ്യൂണിറ്റി ഒരു ഓൺലൈൻ ന്യൂസ് പേപ്പർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു January 1st, 1990. ടുഡേ ഇൻവോൾവ് നിയർലി 8,500 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ ഫാൻ കമ്മ്യൂണിറ്റിയിലാണ്. പിന്നെ പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദിസ് ഗ്രൂപ്പ് ഡീറ്റെയിൽ ഡിസ്കഷൻ ഓഫ് റഹ്മാൻ്റെ മ്യൂസിക്കിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ ആയിരുന്നു. ട്രാൻസ്ലേഷൻ ആയാലും ഇവല്യൂഷൻ ഓഫ് ലാംഗ്വേജ് ആയാലും യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസിക്കൽ അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെയൊക്കെ ഡിസ്കഷന് വേണ്ടിയാണ് പ്രൈമറി വന്നത്. പിന്നെ ലൈക്ക് any other fan communities in the world, Rahman fans, they also monitor print publication, radio and television show, and different website for news and trivia about their star. Then emerges a zone of engagement എന്ന് പറയുന്നൊരു കാര്യം വന്നു. AR റഹ്മാൻ്റെ ഫാൻ കമ്മ്യൂണിറ്റി എമേർജ് ചെയ്തത് എങ്ങനെയാണ്? പിന്നെ വേറെ ഇൻഡിവിജ്വൽസ് ആൻഡ് മീഡിയ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രോഡർ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഫോഴ്സസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കൺസ്ട്രക്ഷൻ കോണ്ടെക്സ്റ്റ് ആൻഡ് നെഗോഷിയേഷൻ ഓഫ് ഇന്ത്യൻ സിനിമ പ്ലേസ് ഇൻ ട്രാൻസ്നാഷണൽ കൾച്ചറൽ സ്പേസ്. Then the next subheading is beyond the cinema hall, conceptualizing publicness and the fan. Beyond the cinema hall, reconceptualizing publics and fan. ശിവംബി എന്ന് പറയുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. ശിവംബി പ്രൊവൈഡ് ദ പെർഹാപ്സ് an earliest articulation of cinema and public sphere in India. He argued that cinema hall was the first performance in the center, which all Tamils start under the same roof എന്നാണ് അദ്ദേഹം. അപ്പോൾ അതാണ് തമിഴ് സ്കോളർ ആയിട്ടുള്ള അദ്ദേഹം ഒരു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് ഫാൻ കമ്മ്യൂണിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ദ സിനിമ ഹാൾ വാസ് ദ ഫസ്റ്റ് പെർഫോമൻസ് സെൻറ്റർ വിച്ച് ഓൾ തമിഴ് സാറ്റ് അണ്ടർ ദ സെയിം റൂഫ് ആൻഡ് ദ ബേസിസ് ഓഫ് സീറ്റിംഗ് ഈസ് നോട്ട് ദ ഹയറാർക്കിക്കൽ പൊസിഷൻ ഓഫ് ദ പാഷൻ ആൻഡ് ഇറ്റ്സ് എസെൻഷ്യലി എ പർച്ചേസിംഗ് പവർ. ഹി കനോട്ട് അഫോർഡ് പേയിങ് ഹൈ റേറ്റ്, either keep away from performance with all and so. Srinivasa. Next person, formulating can be read the pointing democratic possibilities of cinema പറയുന്നുണ്ട്. അത് നമ്മൾ ഒരു ഫിലിം കാണുമ്പോൾ എവ്രി വൺ റിഗാർഡ്ലെസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കുഡ് സിറ്റ് ടുഗദർ അണ്ടർ വൺ റൂഫ് ടു ദ നാഷണൽ ഫിലിം. ഇപ്പോൾ ടു വാച്ച് ദ ഫിലിം, ഒരു ഫിലിം കാണാൻ നമ്മൾ എങ്ങനെയാണ്? ദർ ഇസ് നോ കാസ്റ്റ് ഡിഫറൻസ്, ദർ ഇസ് നോ ജെൻഡർ ബയസ്. അപ്പോൾ എന്തുമായാലും നമ്മളൊരു ഫിലിം കാണാൻ വേണ്ടി നമുക്കിപ്പം ഒരു ഡിഫറൻസും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഇരുന്ന് എല്ലാവരും ഫാൻസാണ്, എല്ലാവരും സിനിമ കാണാൻ വേണ്ടി വരുന്നവരാണ്. സോ ദർ ഇസ് നോ ഡിഫറൻസ്. ഇപ്പോൾ ഒരു ഡിഫറൻസ് ഇല്ലാത്ത ഒരു പ്ലേസ് തന്നെ സിനിമ കാണാനാണ്. ദർ ഇസ് ഡെമോക്രാറ്റിക് പോസിബിലിറ്റീസ് ഓഫ് സിനിമ, ഓൾസോ ഡെമോക്രാറ്റിക് പോസിബിലിറ്റീസ്, എക്സെപ്ഷൻസ്, സം റൂൾസ് അബൌട്ട് വെയർ ദ ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് സീറ്റ്സ് ആർ ലൊക്കേറ്റഡ് എന്നൊരു എക്സെപ്ഷൻ ഉണ്ട്. സ്കോളർലി അപ്രോച്ചസ് പറയുന്നുണ്ട് ടു സിനിമാസ് പബ്ലിക്നെസ്, അല്ല ഐഡിയോളജിക്കൽ പ്രൊഡക്ഷൻ, സോഷ്യൽ ഹിസ്റ്ററി, സ്പെക്ടേറ്റർഷിപ്പ്, സെൻസർഷിപ്പ്, സ്റ്റാർഡം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയുടെ പബ്ലിക്നെസ്സിനുള്ള സ്കോളർലി അപ്രോച്ചുകളാണ്. പിന്നെ ഫാൻ ക്ലബ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻ്റ് ആണ്, പക്ഷേ പൊളിറ്റിക്കലി ഇപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരികയാണ് ഫാൻ ക്ലബ്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഓൾസോ സ്പെക്ടറ്റോറിയൽ റൈറ്റ്സ് നൗ ആൻഡ് ദേ ഹാവ് എക്സാമ്പിൾ അഡ്വക്കേറ്റ്സ് റൈറ്റ് ഫോർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. അപ്പം fan is a rowdy not only because he breaks a law in the course of his assertion or the association with the criminalized politics. The fan become a rowdy by overstepping the line of demarcate the legitimate, constructive, permissible and excess and illegitimate. Fans, in the other words, are imperfect citizens of aesthetic, socio-cultural and political term. The middle class construction of norms, excess are without doubt designed in the part of maintained hierarchies of cultural production and taste. Then I would further argue that a fan as a rowdy is constructed as semantic social operation of idea. That is, fan as rowdy. Rowdy fans of actor Rajinikanth is opposed to rasikas. അപ്പോൾ സ്വാഭാവികമായിട്ടും റൗഡീസ് ഒപ്പോസ് ചെയ്യുന്നു രസികാസിനെ. കാരണം രണ്ടുപേരും ഡിഫറെൻ്റ് ആണല്ലോ. ഒരാൾ ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരാൾ ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നു. ആൻഡ് റണൗണ്ട് കർണാടിക് മ്യൂസിഷ്യൻ എം.എസ്. സുബ്ബലക്ഷ്മി ഫോർ ഇൻസ്റ്റൻസ്. അതുപോലെ തന്നെ ശ്രീനിവാസ് അനലൈസ് ഫാൻ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ദ ഫാൻസ് ഓഫ് ആന്ധ്ര. ഫാൻ ആക്ടിവിറ്റി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡിവോഷനും ഡിഫെൻസും. ദാറ്റ് ഈസ് ഡിവോഷൻ എന്ന് പറയുന്നത് ഫാൻസ് ഓഫ് സ്ട്രോങ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഫിലിം സ്റ്റാർസിനോട് ഒരു പ്രത്യേക ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. ഡിഫെൻസ് എന്ന് പറയുന്നത് ചാലഞ്ച് ഇൻഡസ്ട്രീസ് കൺട്രോൾ ഓവർ സ്റ്റാർ ഇമേജസ്.
That is, rowdies is a stereotypical portrayal of fans. That is, rowdies associated with the stars like Rajinikanth and Chiranjeevi. It is obsessive male working class. Then rasikas are the negative perception of rowdy fans and positive image of rasikas, that is, who appreciate classical music. Then moving to the conclusion. Subtitle is conclusion fan studies media global studies. Conclusion: fan studies meets media global studies. Fan studies meet media global studies. This is a chapter starts with I begin this chapter by introducing fan community that coherent around fan music, film music director A.R. Rahman's music director A.R. Rahman's ചാപ്റ്ററോട് കൂടി അതോടുകൂടിയാണ് ഈ ചാപ്റ്റർ ബിഗിൻ ചെയ്തത്. ബ്രിങ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫോർമേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫാൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പോലെയാണ് തുടങ്ങിയത്. പിന്നെ അത് ഇറ്റ് ഹെൽപ്പ് ടു റീതിങ്ക് ഹിസ്റ്ററി ആൻഡ് സിനിമാറ്റിക് പബ്ലിക്നെസ് ഓഫ് ഹിസ്റ്ററി ഓഫ് മീഡിയ വെർജൻസ്, ഓൾസോ ബൈ ഫോക്കസിങ് ദ അറ്റൻഷൻ ഓഫ് ഫാൻ ആക്ടിവിറ്റി. പിന്നെ എക്സ്പീരിയൻസ് വിത്ത് സിനിമ ഫോളോയിങ് സ്റ്റീഫൻ ഹ്യൂഗ്സ്. That is the conclusion says fan activity around A.R. Rahman is starting. Then also about cinema's publicness and most scholarly works of fan activity come from the Anglo-American context. Then fans are infringed as well as active participant in the contribution of media studies. Then how people look in cinema different way. അതാണ് സിനിമാസ് പബ്ലിക്നെസ്. എങ്ങനെയാണ് സിനിമയെ പീപ്പിൾ ഡിഫറെൻറ്റ് വേയിൽ നോക്കി കാണുന്നതെന്നാണ് പറയുന്നത്. ഫാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾ ഹു ബ്രേക്ക് ദ റൂൾസ് ആൻഡ് സ്റ്റീരിയോ ടൈപ്സ് ആണ് ഫാൻസ്. ഇൻഫ്രിഞ്ചേഴ്സ് എന്ന് പറയുന്നത് ബ്രേക്സ് സ്റ്റീരിയോ ടൈപ്സും റൂൾസും ഒക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ എവിഡൻസ് ഓഫ് ഗ്ലോബൽ ഫാൻ ആക്ടിവിറ്റിയുടെ എവിഡൻസും പറയുന്നുണ്ട്. പിന്നെ റേഡിയോ ഷോ ആയിട്ടുള്ള ബിനാക്ക ഗീത് മാല എന്നൊക്കെ പറയുന്ന വീഡിയോ കാസറ്റ്സും ഫിലിം സോങ്സും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സൗത്ത് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും and many countries in Africa. Satellite TV channels and view Indian films and film-based programming around the world. അപ്പോൾ ഒരു ട്രാൻസ്നാഷണൽ ഫാൻ കമ്മ്യൂണിറ്റിക്ക് വളരെ എക്സാമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എ ആർ റഹ്മാൻ്റെ ഫാൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ഫാൻസ് ഓരോ കാര്യങ്ങളിലും ഇൻട്രാക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മോഡിലായിരിക്കും, ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഓരോ ഡിഫറെൻറ്റ് ഫാൻ കമ്മ്യൂണിറ്റീസ് ഇൻട്രാക്ട് ചെയ്യുന്നത്. വളരെ വെറൈറ്റി ആയിട്ടാണ്, ഒരു ഡിഫറെൻറ്റ് ഇൻട്രാക്ഷനാണ് എ ആർ റഹ്മാൻ്റെ ഫാൻ കമ്മ്യൂണിറ്റി, അതാണ് ട്രാൻസ്നാഷണൽ ഫാൻ കമ്മ്യൂണിറ്റി ആയിട്ട് പറയുന്നത്. പിന്നെ ബോളിവുഡ് തന്നെ ഒരു ഗ്ലോബൽ കൾച്ചറായിട്ട് മാറുകയാണ് ഫാൻ കൾച്ചർ. It is Bollywood. In other words, it cannot be understood in terms of national cinema industry limited in boundaries in Indian nation state or restricted its imagination by rigid definition of Indianness by continuing to limit Bollywood to notions of Indianness. We risk neglecting attachment to do not follow lines of ethnicity or nationality. We need to recognize the focus of transnational fan communities. Rahman fans an example, and will help us to better understand how media circulate and get hanged varied aspiration around the world. എങ്ങനെയാണ് മീഡിയ സർക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ get hanged in various aspiration around the world, and crucially how Bollywood from non-Western location has begun to climbing status of global culture industry. That's all about the essay. Hope you understand. Thank you for listening.